welcome to my channel. So we are going to start a new section in equilibrium. അങ്ങനെ തന്നെ പറയണം, നമ്മളൊരു ന്യൂ സെക്ഷനാണ് ഇക്വിലിബ്രിയത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് വി വർ ഡിസ്കസിങ് അബൌട്ട് ദ ഇക്വിലിബ്രിയ ഓഫ് ഫേസസ്, അതായത് സോളിഡ് ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡ് ഗ്യാസിൻ്റെ ഇക്വിലിബ്രിയം, അവരുടെ കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ വി ക്യാൻ ഡിവൈഡ് ദിസ് ലെസൺ ഇൻ ടു ടു ടൈപ്പ്. ദാറ്റ് ഈസ് ഫസ്റ്റ് പാർട്ട് ഓഫ് ഇക്വിലിബ്രിയം വി വർ ഡിസ്കസിങ് അബൌട്ട് ദി ഇക്വിലിബ്രിയ ഓഫ് ഫേസസ് ആൻഡ് ദ സെക്കൻഡ് പാർട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അയോണിക് ഇക്വിലിബ്രിയം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നല്ല പ്രോബ്ലംസ് ചോദിക്കാൻ പറ്റിയതും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാൻ പറ്റിയ ഏരിയ ആണ് അയോണിക് ഇക്വിലിബ്രിയം. അപ്പം നമ്മൾ ഓരോ കോൺസെപ്റ്റും നന്നായി മനസ്സിലാക്കി തന്നെ പോകത്തുള്ളൂ കേട്ടോ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്താണ് അയോണിക് ഇക്വിലിബ്രിയം? ആ പേര് തന്നെയുണ്ട്, ഇക്വിലിബ്രിയം ഓഫ് അയോൺസ് അല്ലേ, അയോണുകളുടെ ഇക്വിലിബ്രിയമാണ്. സോ ഓൾറെഡി വി നോ ദാറ്റ് വാട്ട് ഈസ് മെൻ ബൈ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയം എങ്ങനെയാണ് എത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ ഫസ്റ്റ് പാർട്ട്. സോ ഇൻ ദിസ് പാർട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഇക്വിലിബ്രിയം ഓഫ് അയോൺസ്. അപ്പോൾ എന്താണ് അയോൺസ് ആർ ഹൗ ദീസ് അയോൺസ് ആർ ജനറേറ്റഡ്, അതായിരിക്കുമല്ലോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ വാട്ട് ഈസ് മെൻ ബൈ അയോണിക് ഇക്വിലിബ്രിയം? ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദി അയൺസ് ആണ്. അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുതരും, ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന്. ഏറ്റവും സിമ്പിളായി പറയുന്നത് വെച്ചാൽ അയോണിക് ഇക്വിലിബ്രിയം ഇസ് ദ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദി അയൺസ്. ബിറ്റ്വീൻ അയൺസ് അല്ല, ഇക്വിലിബ്രിയം എന്താണ്? ഇക്വിലിബ്രിയം ഇൻവോൾവിങ് അയോൺസ്. അയോൺസുകൾ ഇൻവോൾവ് ചെയ്യുന്ന ഇക്വിലിബ്രിയത്തിനാണ് നമ്മൾ അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 1 മാർക്ക് 2 മാർക്കിന് ചോദിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും നിങ്ങൾ പഠിച്ച categories ആണ്. വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് വാട്ട് ഈസ് മെൻ ബൈ നോൺ ഇലക്ട്രോലൈറ്റ്സ്? ഇത് ഏറ്റവും സിമ്പിളാണ്. ചിലപ്പം 1 മാർക്കിനും നമ്മുടെ ഈ ചൂസ് ദ അതിൽ ഒക്കെ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് നോൺ ഇലക്ട്രോലൈറ്റ്? യു ഓൾ നോ വാട്ട് ഈസ് മെൻ ബൈ ഇലക്ട്രോലൈറ്റ്സ്. Substances. Michael Faraday has classified the substances mainly into 2 categories. One is known as electrolyte and second one is known as non-electrolyte. So what is meant by electrolytes? Electrolytes are substances which can conduct electricity in their molten state, that is in the melted state or in the solution, or when they are mixed in water or in their solution state. എന്താണ് electrolyte? Substance which can conduct electricity in their molten state or in solution state are called as electrolytes. Example, sodium chloride solution, potassium chloride solution. These all are some of the examples of electrolytes. And our acids, all acids and almost all the bases and salts comes under the category of electrolytes. It can be sometimes sodium chloride, we know that sodium chloride as such we take, it won't conduct electricity. So either it should be in the molten state, അതായത് അത് മെൽറ്റഡ് സ്റ്റേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ അവർ എന്തായിരിക്കണം, അവർ എക്വസ് മീഡിയത്തിൽ, അതായത് അവർ സൊല്യൂഷൻ സ്റ്റേറ്റിലായിരിക്കണം. ഈ 2 കേസസിലാണ് ഈ സബ്സ്റ്റൻസിന് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. വാട്ട് ഈസ് മെൻ ബൈ നോൺ ഇലക്ട്രോലൈറ്റ്സ്? നോൺ ഇലക്ട്രോലൈറ്റ്സ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് cannot conduct electricity. Conduct electricity എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, passage of electricity, which cannot conduct electricity both in their molten state or in their solution state. അവരെ സൊല്യൂഷൻ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അവർ ഉരുകി, അതായത് മോൾട്ടൺ സ്റ്റേറ്റിലോ വി കനോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സച്ച് സബ്സ്റ്റൻസസ് ആർ കോൾഡ് ആസ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് നോൺ ഇലക്ട്രോലൈറ്റ്സ്. എക്സാമ്പിൾ, ഷുഗർ, യൂറിയ. അതായത് ഒരു ഷുഗർ സൊല്യൂഷൻ എടുത്തിട്ട് അതിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ നോക്കിയാൽ ഇലക്ട്രിസിറ്റി വോണ്ട് ബി കണ്ടക്ടിങ് ഇൻ ഷുഗർ സൊല്യൂഷൻ. വേർ ആസ് സോൾട്ട് സൊല്യൂഷൻ, വെൻ വി ആർ ടേക്കിംഗ് എ സോൾട്ട് സൊല്യൂഷൻ വി ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഈ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ദ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് പോസിബിൾ ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് അയോൺസ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, 9th-ലാണെങ്കിലും 10th-ലാണെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ അയോൺസ് പ്രസൻ്റ് ആയതുകൊണ്ട് അവരാണ് അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ ദ കേസ് ഓഫ് സോളിഡ് NaCl നമുക്കറിയാം, സോളിഡ്സും ലിക്വിഡ്സും തമ്മിലെ ഡിഫറൻസ് എന്താ? ദ മോളിക്യൂൾസ് ആർ സോ ടൈറ്റ്ലി പാക്ഡ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, whereas in the liquids the molecules are not so tightly packed. So when we pass electricity the ions can move. നമുക്കറിയാം ഒരു സോഡിയം ക്ലോറൈഡിൽ Na+ഉം Cl- ഉണ്ടാവും. അപ്പം ഈ മോൾട്ടൺ സ്റ്റേറ്റ് ഒക്കെ ആകുമ്പോൾ ഇവർ ഉരുകിയ അവസ്ഥയാണ്, മെൽറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പം നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ദീസ് അയോൺസ് ക്യാൻ ഈസിലി മൂവ് ആൻഡ് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ബട്ട് ഇൻ ദ കേസ് ഓഫ് സോളിഡ് NaCl the particles are very closely packed and it is very difficult for them to move apart. That is why solid state of sodium chloride ഏതായിക്കോട്ടെ, ഇറ്റ്സ് cannot conduct electricity, whereas in liquid or in their melted state can കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഇതാണ് ഇലക്ട്രോലൈറ്റ്സും നോൺ ഇലക്ട്രോലൈറ്റ്സും. ഇനി ഇലക്ട്രോലൈറ്റ്സിനെ വീണ്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്
അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഇലക്ട്രോലൈറ്റ്സ്, എങ്ങനെയാണ് സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റിയാണ്. അവിടെ അയോൺസ് ജനറേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ കണ്ടക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഇലക്ട്രോലൈറ്റ്സ് ക്യാൻ എഗെയിൻ ബി classified into strong electrolytes and weak electrolytes. എന്താണ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്? അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിളാണ് നമ്മുടെ HCl, NaOH, പിന്നെ H2SO4. ഇതൊക്കെ എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. വെൻ ദേ അണ്ടർഗോ ഡിസോസിയേഷൻ, നമുക്കറിയാം ഇപ്പോൾ അവർ എന്താ ചെയ്യുന്നത്, അവർ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അയോൺ ആയിട്ട് മാറുകയാണ് നമ്മൾ പറഞ്ഞില്ല. വെൻ ദേ അണ്ടർഗോ ഡിസോസിയേഷൻ ദേ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ്. അതായത് ഇപ്പോൾ ഒരു സോഡിയം ക്ലോറൈഡ് എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ ദേ കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ടു ഗിവ് ദ അയോൺസ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെന്താ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് അണ്ടർഗോ പാർഷ്യൽ ഡിസോസിയേഷൻ. അതായത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യില്ല, ഒരു കുറച്ച് പാർട്ട് ഡിസോസിയേറ്റ് ചെയ്യും, ബാക്കിയുള്ളത് അവിടെ എന്തുണ്ടാവും, അവിടെ അങ്ങനെ ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അത് ആദ്യം പറയണല്ലോ. വാട്ട് ഈസ് മീൻ ബൈ ഡിസോസിയേഷൻ? ഞാനിപ്പോൾ കുറേ നേരം ഡിസോസിയേഷൻ എന്നൊക്കെ പറയുന്നു. രണ്ട് ടേം ഉണ്ട് നമ്മൾ എപ്പോഴും കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന. വൺ ഈസ് നോൺ ആസ് അയണൈസേഷൻ ആൻഡ് വൺ ഈസ് മെൻ ബൈ ഡിസോസിയേഷൻ. വാട്ട് ഈസ് മീനിങ് ഓഫ് ഡിസോസിയേഷൻ ആൻഡ് അയണൈസേഷൻ? രണ്ടും ഒന്ന് തന്നെയാണോ അല്ലെങ്കിൽ രണ്ടും ഡിഫറെൻ്റ് തന്നെയാണോ? നല്ലോണം ശ്രദ്ധിച്ചുള്ളൂ. ദിസ് ഇസ് എ ബേസിക് കോൺസെപ്റ്റ് ആണ്. ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോസിയേഷൻ ഇസ് ദ പ്രോസസ് ഇൻ വിച്ച് a substance which will be bounded together or which are ionic in nature. അതായത് a substance which are having an ionic bond ഉള്ള സബ്സ്റ്റൻസിനെ നമ്മൾ ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പം they will be separated or they get separated into their consecutive ions. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ ഡിസോസിയേഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ദ കോമ്പൗണ്ട്സ് വിച്ച് ആർ അയോണിക്, ഓൾറെഡി ദേ ആർ അയൺസ്. അതായത് ഇപ്പോൾ NaCl നമുക്കറിയാം. NaCl എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്കറിയാം എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇലക്ട്രോണ് കൊടുത്തിട്ട് Cl വാങ്ങിയിട്ട് ദിസ് Na is having a plus charge and Cl minus is having a negative charge and there is a force of electrostatic attraction between them and that type of compounds are known as ionic bond. So already this NaCl is having a plus charge and a minus charge. So already these are ions and these ions are bonded together to form a neutral molecule. അവർ രണ്ടാളും കൂടെ ബോണ്ട് ചെയ്ത് എന്താ ന്യൂട്രൽ മോളിക്യൂളായി ആൻഡ് അവരെന്താ ഒരു അയോണിക് ബോണ്ട് ഫോം, അയോണിക് ക്രിസ്റ്റൽ. വെൻ ദേ വർ ഡിസോൾവ്ഡ്, സോഡിയം ക്ലോറൈഡ് ഇസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഓർ ദേ ആർ മെൽറ്റഡ്, ദേ വിൽ ഡിസോസിയേറ്റ് ഓർ ദേ ബ്രേക്ക് ഡൗൺ ടു ഫോം Na plus and Cl minus. ദിസ് പ്രോസസ് ഇസ് നോൺ ആസ് ഡിസോസിയേഷൻ. അപ്പോൾ അയോണൈസേഷൻ അത് നിങ്ങൾ ആ വേർഡ് തന്നെ, അയോൺസ് പുതിയതായിട്ട് ഉണ്ടാവുന്ന പ്രോസസ്സാണ്. ഇത് ഓൾറെഡി അയോൺസ് ആണ്, അപ്പോൾ അവർ പുതിയതായിട്ട് ഉണ്ടാവുകയല്ല. ഇവിടെ അയോണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂട്രൽ മോളിക്യൂൾ വിച്ച് ഈസ് ബൗണ്ടഡ് ടുഗെദർ ബൈ എ കോവലന്റ് ബോണ്ട്. ഒരു കോവലന്റ് ബോണ്ടിൽ ബൗണ്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ അവർ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ AB എന്ന് പറഞ്ഞാൽ ദേ ഡോണ്ട് ഹാവ് എ ചാർജ്, ദേ ആർ ഫോം ബൈ കോവലന്റ് ബോണ്ട്. എങ്ങനെയാണ് കോവലന്റ് ബോണ്ട് ഉണ്ടാവുന്നത്? മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് അല്ലേ, അവിടെ പ്ലസ് ചാർജ് മൈനസ് ചാർജിൻ്റെ പ്രശ്നമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവർ ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയോൺസ് ഫോം ചെയ്യുകയാണെങ്കിൽ ദെൻ വി കോൾ ദാറ്റ് ദ പ്രോസസ് ഇസ് നോൺ ആസ്, ഇവരെങ്ങനെയായിരിക്കും വേണ്ട ഐദർ ബൈ, അവരെ ഡിസോസിയേറ്റ് ചെയ്യുമ്പം ഐദർ ബൈ ഗെയിനിങ് ഓർ ലോസിങ് ഓഫ് ഇലക്ട്രോൺ ദേ വിൽ ബി ഫോമിങ് അയോൺസ് ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് അയോണൈസേഷൻ. കാര്യം മനസ്സിലായല്ലോ? അയോണിക് ബോണ്ട്സ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ദേ ആർ അയോണാണ്, അവരെ നമ്മൾ പറയുന്ന പ്രോസസ്സ് ഡിസോസിയേഷൻ എന്നും. അയണൈസേഷൻ എന്ന് പറഞ്ഞാൽ കോവലന്റ് ബോണ്ടഡ്, അതായത് അവർ ചാർജ് ഉള്ള പാർട്ടിക്കിൾസ് അല്ല. അപ്പം അവർക്ക് എന്താണ്, അവർ ബ്രേക്ക് ചെയ്യുമ്പം ദേ ആർ ജനറേറ്റിംഗ് ന്യൂ അയോൺസ്, അവർ പുതിയ അയോൺസ് ഉണ്ട് ഐദർ ബൈ ഗെയിനിങ് ഓർ ലോസിങ് ഓഫ് ഇലക്ട്രോൺ ആൻഡ് ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് അയണൈസേഷൻ. പിന്നെ ഞാൻ പറഞ്ഞ എന്തിനാ ഡിസോസിയേഷൻ പറയാൻ വേണ്ടിയിട്ട് അല്ലേ. ഇപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്താണ്? ഇലക്ട്രോലൈറ്റ്സ് വിച്ച് അണ്ടർഗോ കംപ്ലീറ്റ് ഡിസോസിയേഷൻ. As such electrolytes are known as strong electrolytes, whereas weak electrolytes are those electrolytes which does not undergo complete dissociation. A partial dissociation of that molecule or ions take place and that substance take place and that substances are known as weak electrolytes. Example എന്ന് പറയുന്നത് CH3COOH. ഇത് ഏത് ആസിഡ് അറിയോ? നമ്മുടെ എസറ്റിക് ആസിഡ് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യത്തില്ല, ഇത് ഒരു പാർഷ്യൽ ഡിസോസിയേഷൻ ആയിരിക്കും. അപ്പം ദർ എക്സിസ്റ്റ് ആൻ ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ദി അൺഡിസോസിയേറ്റഡ്
electrolyte or the substance and the dissociated ions, and this equilibria is known as ionic equilibria. അപ്പോൾ മനസ്സിലായോ? Equilibria existing between the undissociated molecule and their ions, and that equilibria is known as ionic equilibria. Clear ayalla? So what is meant by ionic equilibria? Ionic equilibria is a state in which there exists an equilibrium between undissociated substance and their ions, and such equilibria is known as ionic equilibria. Clear ayo itrayum karyam? ഇലക്ട്രോലൈറ്റ്സിന് കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഉണ്ട്. നമ്മുടെ എസറ്റിക് ആസിഡ്, ഫോർമിക് ആസിഡ്, ദെൻ കാൽഷ്യം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ദീസ് ഓൾ കംസ് അണ്ടർ ദി കാറ്റഗറി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ഇവിടെ NaOH, KOH, H2SO4, HNO3, these all are strong electrolytes. So strong electrolytes are those substances which undergo complete dissociation in aqueous solution, and they can conduct electricity easily. Very complete dissociation ആയതുകൊണ്ട് they can conduct electricity easily, whereas weak electrolyte are those substances which undergo partial dissociation in aqueous solution, and they can conduct electricity but not as fast as like in strong electrolyte ആയിരിക്കും ട്ടോ. അവർ അത്ര സ്ട്രോങ് ആയിരിക്കില്ല, അത്ര ഫാസ്റ്റ് ആയിരിക്കില്ല ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ. ദേ ക്യാൻ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബട്ട് നോട്ട് ടു ദ ഗ്രേറ്റർ അറ്റ് ദി എക്സ്റ്റെൻറ്റ് ടു ദറ്റ് ഇൻ വിച്ച് ദ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് കണ്ടക്ട്. അപ്പോൾ ഇത്രയുമാണ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കാര്യങ്ങൾ. ഇനി നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ പഠിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ആസിഡ്സും ബേസസും അല്ലേ. നമ്മൾ 9th-ലും 10th-ലൊക്കെ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് മെൻ ബൈ ആസിഡ്, വാട്ട് ഈസ് മെൻ ബൈ ബേസസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു ബേസിക് കോൺസെപ്റ്റ്, ക്ലാസിക്കൽ കോൺസെപ്റ്റ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ പറയും ആസിഡ്സ് ആർ ഹാവിങ് സോർ ടേസ്റ്റ് ആണ്, പിന്നെ ആസിഡ്സ് ആർ ഹാവിങ് ആസിഡ്സ് ക്യാൻ ടേൺ ദി ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ് അല്ലേ. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കും ആസിഡ് എന്ന് പറഞ്ഞു. പിന്നെ ആസിഡ് ക്യാൻ റിയാക്ട് വിത്ത് മെറ്റൽസ് ടു ലിബറേറ്റ് ഹൈഡ്രജൻ. ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ബേസസ് എന്താണ്? ബേസസ് ആർ ഹാവിങ് എ ബിറ്റർ ടേസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഒരു സോപ്പി ടച്ചാണ്. ഈ ബേസസ് തൊടുമ്പം നമുക്കൊരു സോപ്പ് സൊല്യൂഷൻ തൊടുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. ആൻഡ് ബേസസ് ക്യാൻ ചേഞ്ച് റെഡ് ലിറ്റ്മസ് ഇൻ ടു ബ്ലൂ. ഇതൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ് മുതൽ പഠിക്കണ കുറച്ച് കാര്യങ്ങൾ. ഇതൊക്കെ തന്നെയല്ലേ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ നിങ്ങളും പഠിച്ചുകൊണ്ടിരുന്നത്, നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിനെന്ന് പറഞ്ഞാൽ ഇതൊരു ക്ലാസിക്കൽ കോൺസെപ്റ്റ്. ഇങ്ങനെയെന്ന് വെച്ച് നമുക്ക് വെറും ആസിഡ്സിൻ്റെ ബേസിസിനൊന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റത്തില്ല. സോ വി ഹാവ് ടു എക്സ്പ്ലെയിൻ ഓർ വി ഹാവ് ടു ലേൺ മോർ ഓൺ ദിസ് ആസിഡ്സ് ആൻഡ് ബേസസ്. എന്താണ് ശരിക്കും ആസിഡ്സ് ബേസസ് എന്ന് പറയുന്നത്? അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് നമ്മുടെ അറീനിയസ് ആയിരുന്നു. First concept is Arrhenius concept, and this concept was put forward by Arrhenius in 1884. So we know that when a substance dissolved in water, it dissociates to give positive and negatively charged ions. Like one substance, all substances electrolytes when dissolved in water, it will produce a positively and negatively charged ions. A concept namukku ariyam. Appo Arrhenius parayana an acid. Acids are those substances which have hydrogen atom present in them, or which is having a hydrogen atom. Acids are those substances which are having hydrogen atom. അവരുടെ കയ്യിൽ എന്തുണ്ടായിരിക്കണം? ഹൈഡ്രജൻ ആറ്റം ഉണ്ടായിരിക്കണം. And which when dissolved in water, it will donate a hydrogen ion, which will dissociate, or which when dissolved in water, it will give hydrogen ion. എന്ത് അയോണിനെ പ്രൊഡ്യൂസ് ചെയ്യും? ഹൈഡ്രജൻ ion. ഇങ്ങനെയുള്ള എല്ലാ സബ്സ്റ്റൻസിനെയും he classified them as acids. So what is meant by acids according to Arrhenius concept? According to Arrhenius concept, an acid is those substances which contain a hydrogen atom and which when dissolved in water, it will produce hydrogen ion. This was his concept, and example for this acids are HCl, HNO3, H2SO4, CH3COOH, H3PO4, then HCOOH. These are some of the examples which he gave for acid. That is, acids are those substances which have hydrogen atom and which when dissolved in water, it will produce hydrogen ion. For example, HCl. When dissociated, it will give H plus and Cl minus. ഇതാണ് അദ്ദേഹം an acid is a substance which have hydrogen ion and when dissolved in water or dissociate to give hydrogen ion. ഇതെന്ത് തരും? ഹൈഡ്രജൻ അയോൺ.
അപ്പോൾ ഈ ഹൈഡ്രജൻ അയോണിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇറ്റ് ഇസ് വെരി റിയാക്റ്റീവ്, ഇറ്റ് കനോട്ട് സ്റ്റേ എലോൺ. അതിനൊരിക്കലും ഇങ്ങനെ വെറുതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, ഇറ്റ്സ് വെരി റിയാക്റ്റീവ്. സോ അപ്പോൾ നമ്മളിത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് ഈ റിയാക്ഷൻ എങ്കിൽ ദിസ് ഹൈഡ്രജൻ വിൽ റിയാക്ട് വിത്ത് വാട്ടർ ടു പ്രൊഡ്യൂസ് ഹൈഡ്രോണിയം അയോൺ. ഇതിൻ്റെ പേരെന്താണ്? ഓരോ പേരും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. Hydronium ion. So this is an acid. Acids are those substances which are having, according to Arrhenius concept, and acids are those substances which are having a hydrogen atom, which when dissolved in water it will produce hydrogen ion. This hydrogen ion is very reactive, it cannot stay alone, so it will combine with water to produce hydronium ion. So we can write this equation generally like HCl plus H2O, it will produce H3O പ്ലസ് സി എൽ മൈനസ്. ഇനി ചോദിക്കരുത് ഈ H3O പ്ലസ് എവിടെ നിന്ന് വന്നു, കാരണം ഈ HCl ഡിസോസിയേറ്റ് ചെയ്ത് H പ്ലസും സി എൽ മൈനസ്, ഈ H പ്ലസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് H3O പ്ലസ്. ക്ലിയർ ആയോ? സോ ദിസ് വാസ് ഹിസ് കോൺസെപ്റ്റ് അബൌട്ട് ആസിഡ്സ്. അപ്പോൾ അദ്ദേഹം പറയാണ് some acids dissociate completely in water or in aqueous solution, and that acids he called as strong acids, and the acids which dissociate partially in water they are called as weak acids. എന്ത് പറഞ്ഞു അദ്ദേഹം? The acids തന്നെ രണ്ടായിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തു, സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡും. സ്ട്രോങ് ആസിഡ്സ് ആർ those substances which when dissolved in water they completely dissociate and produce the ions. Weak acids are those acids which does not completely dissociate in water, they partially dissociate. So example for strong acid HCl, HNO3, H2SO4, whereas weak acids are carbonic acid, then നമ്മുടെ phosphoric acid, then formic acid HCOOH, then നമ്മുടെ acetic acid. These all are weak acid because they do not completely dissociate to give H plus ion or they are negative. Completely dissociate ചെയ്യില്ല എന്നല്ല, they dissociate but they are weak acid because they do not completely dissociate. അപ്പോൾ ഇദ്ദേഹം ഇതാണ് സ്ട്രോങ് ആസിഡ്സും വീക്ക് ആസിഡ്സുമായിട്ട് പറഞ്ഞു. അപ്പോൾ ആസിഡ്സ് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, he have to give definition for bases. അപ്പോൾ എന്താണ് ബേസിസ്? അക്കോർഡിംഗ് ടു എറീനിയസ് കോൺസെപ്റ്റ്, ഓരോ തവണ ഞാൻ എറീനിയസ് പറഞ്ഞ ഓരോരുത്തരുടെ കോൺസെപ്റ്റിലും ആസിഡ്സും ബേസിസും പറയുന്നത് വേറെ വേറെയാണ്. Bases are those substances which contain hydroxyl group. Bases എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the substances which contain hydroxyl group and which undergo dissociation to produce hydroxide ion. ഇതിൻ്റെ ഓരോന്നിൻ്റെ നേരെ ഞാൻ പേര് എഴുതുന്നത് എന്താ വെച്ചാൽ നാളെ അയ്യോ എന്തായിരുന്നു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, എന്താണ് ഹൈഡ്രോക്സൈഡ് അയോൺ എന്ന് ചിന്തിക്കരുത്. പേര് തന്നെ എല്ലാം ക്ലിയറാണ്. ഹൈഡ്രോ ഓക്സിൽ, ഹൈഡ്രജനും ഉണ്ട് ഓക്സിജനും ഉണ്ട്. അങ്ങനെ നിങ്ങൾ പഠിച്ച ഒരേ ഒരാൾ OH അല്ലേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും OH മൈനസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സൈഡ് അയണോ. അപ്പോൾ എന്താണ് ബേസിസ്? ബേസിസ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് കണ്ടെയ്ൻ എ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ആൻഡ് വിച്ച് വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് hydroxide ion. Example, NaOH. When dissolved in water it will produce Na++ and OH minus. KOH. When dissolved in water it will produce K+ and OH minus. So some of the bases are NaOH, KOH, then CaOH twice and MgOH twice. These are some of the general or common bases, and he also classified the bases also into two types, that is strong bases and weak bases. ഇപ്പോൾ എന്താ നിങ്ങൾ പറഞ്ഞോളൂ? The strong bases are those substances which completely dissociate to give positive and negatively charged particle, and weak bases are those partially dissociate to produce hydroxide ion in the solution. Clear ആയല്ലോ? ഇതാണ് strong acid, strong base, weak acid, weak base according to his classification. അപ്പം ഇനി എന്തായിരിക്കും ഇയാളുടെ ഡ്രോബാക്ക്? ഒരു ഡ്രോബാക്ക് ഉണ്ടാവുമല്ലോ, ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം. എന്തായിരിക്കും ഡ്രോബാക്ക്? So he classify all the elements based upon the presence of hydrogen and hydroxyl ion. പക്ഷേ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഹൈഡ്രജനും ഹൈഡ്രോക്സൈഡും അല്ലാത്ത കുറേ ആസിഡ്സിന്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ പഠിച്ചിട്ടുണ്ട്? അമോണിയ ഒരു ബേസാണ് അല്ലേ, അമോണിയ. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സോഡിയം കാർബണേറ്റ് ഈസ് എ ബേസ്, കാൽഷ്യം ഓക്സൈഡ് ഈസ് എ ബേസ്. ഇവരൊക്കെ ബേസസ് ആണെങ്കിൽ ഇദ്ദേഹത്തിന് H ഉണ്ട് അമോണിയക്ക്, എന്നിട്ട് അമോണിയ ആസിഡ് ആണോ? അല്ല, അമോണിയ ഇസ് എ ബേസ്. Na2CO3 അല്ല, H ഇല്ല OH ഇല്ല, ബട്ട് ഇറ്റ് ഇസ് എ ബേസ്. CaO, it does not have H or OH, so it is also a base. So he was not able to explain
acids and bases which does not contain hydrogen and hydroxyl group, because according to his concept all acids are those which are having hydrogen and all bases are those which are having a hydroxide group, but there are many group of bases and acid which does not contain hydrogen and hydroxyl group. So it was not able for him to explain acids and bases which does not have hydroxide or hydrogen group. And the second one, all his classification of acids and bases were based upon the aqueous solution, that is when a substance when get dissolved in water. അപ്പം ഈ aqueous അല്ലാത്ത കേസസിലുള്ള acidic and basic nature was not able to explain. This concept was only applicable to aqueous solution. aqueous solutionൽ മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് ആപ്ലിക്കബിൾ ആയിട്ടത്, അല്ലാത്ത കേസിൽ അദ്ദേഹം പറയുന്നില്ല. So these was his main two drawbacks. ഒന്ന് is all his concept was applicable only in aqueous solution. He was not able to explain the acids and bases which does not have hydrogen and hydroxyl group. For example, ammonia is a base though it does not contain hydroxide ion. Then calcium oxide is a base. Then carbon dioxide, sulfur trioxide and sulfur dioxide are have acidic in nature, but these does not have hydrogen atom. These all concept he was not able to explain. കുഴപ്പമില്ലല്ലോ, മനസ്സിലായല്ലോ Arrhenius concept. So next concept we are going to learn is Bronsted-Lowry concept of acids and bases. ഇനി എന്താണ് Bronsted-Lowry concept of acids and bases ആണ്. ഓരോന്നും ഞാൻ പറയുമ്പോൾ ചെറിയ കുഞ്ഞു കോഡുകൾ നിങ്ങൾക്ക് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു റിക്കോൾ ഡ്യൂറിങ് ദി എക്സാം സമയത്ത് നിങ്ങൾക്ക് റീകോൾ ചെയ്യാം. അല്ലാതെ നമ്മൾ അരീനസ് ചോദിക്കുമ്പോൾ അയ്യോ ഇതിൽ നീ പ്രോട്ടോൺ ആണോ ഇതിൽ ഇലക്ട്രോൺ ആണോ ഒന്നൊന്നും കൺഫ്യൂഷൻ വേണ്ട, അത് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. സോ ദിസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് വാസ് പ്രപ്പോസ്ഡ് ബൈ ലോറി, രണ്ട് പേരാണ് ലോറി ആൻഡ് ബ്രോൺസ്റ്റഡ്, ഇൻ 1923. സോ അക്കോർഡിംഗ് ടു ഹിം ഓർ അക്കോർഡിംഗ് ടു ദം, acids are those substances which donates a proton. എന്താണ് പ്രോട്ടോൺ? പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? H+, അതായത് H+ ചാർജ് അയോൺസിൽ നമ്മൾ എന്ത് പറയും? പ്രോട്ടോൺ. എന്തുകൊണ്ടാണ് അവരെ പ്രോട്ടോൺ എന്ന് വിളിക്കുന്നത്? ബിക്കോസ് നമുക്കറിയാം ഹൈഡ്രജനിൽ ഒരു പ്രോട്ടോൺ, ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പർ 1 ആണല്ലോ അല്ലേ? ഹൈഡ്രജനിൽ അപ്പോൾ എന്താ? ഒരു പ്രോട്ടോൺ ഒരു ഇലക്ട്രോൺ. അപ്പോൾ H+ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു ഇലക്ട്രോൺ പോയി. ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഒരു പ്രോട്ടോൺ ഉള്ളൂ. സോ H+ ions are also called as proton. അവരെ നമ്മൾ എന്ത് പറയും? protons എന്ന് പറയും. So according to Bronsted-Lowry concept, an acid is a acids are those substances which have a tendency to donate a proton. അപ്പോൾ ബേസ് എന്തായിരിക്കും? Bases are those substances which have a tendency to accept a proton. അപ്പോൾ ഇവിടെ നമ്മൾ ഈ Bronsted ബ്രോ ഒന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ? പ്രോ രണ്ടാളും സെയിം. അപ്പോൾ തന്നെ എക്സാമിന് നിങ്ങൾക്ക് Bronsted-Lowry കോൺസെപ്റ്റ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സംതിങ് റിലേറ്റഡ് ടു പ്രോട്ടോണിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നേ അറിയുള്ളൂ. ആസിഡ്സ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഡൊണേറ്റ് എ പ്രോട്ടോൺ ആൻഡ് ബേസസ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ അക്സെപ്റ്റ് എ പ്രോട്ടോൺ. ഓർ വി ക്യാൻ സേ ദാറ്റ് acids are proton donors and bases are proton acceptors. എന്താണ്? പ്രോട്ടോണിനെ ആസിഡ്സ് കൊടുക്കും, ബേസസ് പ്രോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യും. സോ കൊടുക്കുന്ന ആളെ ഡോണർ എന്നും ബേസിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആക്സെപ്റ്റർ എന്നും പറയും. ഇനി നമുക്ക് എക്സാമ്പിളിൽ പറഞ്ഞു തരാം. HCl when dissolved in water it will give its proton. ഇതിനൊരു പ്രോട്ടോൺ കൊടുത്തിട്ട് it will produce H3O plus and Cl minus. ഇവിടെ എന്താണ്? ഹൈഡ്രജൻ ഹാസ് ഗിവൺ 1 പ്രോട്ടോൺ. ഇതിൻ്റെ H+ ഇതിന് കൊടുത്തു, ഇത് വാങ്ങി. സോ ദിസ് ഇസ് എൻ ആസിഡ് ആൻഡ് ദിസ് ഇസ് എ ബേസ്. ക്ലിയർ ആവുന്നുണ്ടോ? ദിസ് ഇസ് എൻ ആസിഡ് ആൻഡ് ദിസ് ഇസ് എ ബേസ് ബിക്കോസ് ഇൻ HCl is giving its H+ to H2O and it accept H+ ion and this is accepting, so it is a base here. Water is a base when it react with HCl. വേറെ എക്സാമ്പിൾ എടുക്കാം. NH3 plus HCl. ഇവിടെ HCl അല്ല, നമ്മൾ H2O. ഇവിടെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ the water donates its H+ ion to NH3 and this form NH4 plus and OH minus. ഇവിടെ H2O എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? HOH എന്നാണല്ലോ. ഇതിൽ ഒരു പ്രോട്ടോണിന് H+ ഇങ്ങോട്ട് കൊടുത്തു. ഒരു H+ ഇങ്ങോട്ട് കൊടുത്താൽ ബാക്കി OHൽ എന്തുണ്ടാവും? ഒരു മൈനസ് ചാർജ് ഉണ്ടാവും അല്ലേ? അപ്പം എന്തുണ്ടാവും? NH3 എന്തായി മാറും? NH4. ഒരു പ്ലസ് ഉള്ള ഒരാൾ കൂടെ വന്നതുകൊണ്ട് NH4 പ്ലസ് ആയി. അപ്പോൾ ബാക്കിയുള്ളത് എന്താണ്? OH മൈനസ് ആയിട്ട് ഇവിടെ നിൽക്കും.
അപ്പോൾ ഇപ്പം നേരത്തെ നമ്മുടെ അരീനിയസ് കോൺസെപ്റ്റിൽ നമുക്ക് NH3 ആസിഡ് ആണോ ബേസ് ആണോ എന്ന് പറയാൻ പറ്റിയില്ലല്ലോ. പക്ഷെ ഇവിടെ നമുക്ക് പറയാൻ പറ്റുമോ? ഹിയർ അമോണിയ അക്സെപ്റ്റ് എ പ്രോട്ടോൺ, സേ അമോണിയ ഇസ് എ ബേസ് ആൻഡ് ഓക്കെ ഇൻ ദിസ് കേസ് വാട്ടർ. ഈ കേസിൽ വാട്ടർ എന്താ? ആസിഡ് ആണ്. ഈ കേസിൽ ബേസ് ആരാണ്? അമോണിയ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പോൾ നോക്കൂ, ആസിഡ് വാട്ടർ ആസിഡുമായി റിയാക്ട് ചെയ്ത സമയത്ത് അവിടെ ബേസായിട്ട് ആക്ട് ചെയ്തു, അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്ത സമയത്ത് ആസിഡായിട്ട്. അപ്പോൾ ഇവരൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. വാട്ടർ ക്യാൻ ആക്ട് ആസ് ബോത്ത് ആസ് an acid and base, and the water is have amphoteric in nature. ഇത് പണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. How you can say water is amphoteric in nature? This we have to explain by considering the two example. Water is amphoteric. That means it can react as both as an acid and a base when it reacted with an acid and a base. For example, water when reacted with HCl, it accepts one proton from HCl and it acts as a base. Reaction എഴുതി കാണിക്കാം. When water is reacted with base, it will accept one proton, it donates one proton to base or ammonia, and here it acts as an acid. So from these two examples, it is clear that water can act as a base and an acid, and it is amphoteric in nature. നിങ്ങൾ amphibians എന്ന് പഠിച്ചിട്ടില്ലേ ബയോളജിയിൽ? amphibians എന്ന് പറഞ്ഞാൽ എന്താ? The creatures or the living organisms which can stay both in water and land, അവരാണ് amphibians. അതേപോലെ amphoteric എന്ന് പറഞ്ഞാൽ which can act as both as an acid and a base. So water is amphoteric in nature. ഇവിടെ വെച്ച് തീരുന്നില്ല, നമുക്കിനി ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടു ഈ ഒരു റിയാക്ഷൻ. ഇനി ഇതിൻ്റെ ഒന്ന് റിവേഴ്സിബിളി നോക്കൂ. H3O പ്ലസും Cl മൈനസും ഉണ്ടാവും. ഈ H3O പ്ലസിൽ നിന്ന് ഇതൊന്ന് നോക്കണ്ട. H3O പ്ലസിൽ നിന്ന് ഒരു H പ്ലസ് പോയി കഴിഞ്ഞാൽ ഇതിനെപ്പോഴും ഇൻട്രസ്റ്റ് എന്താണ്? ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഗീവ് ബാക്ക് ഇറ്റ്സ് H പ്ലസ്. ഈ H പ്ലസ് കൊടുക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് വാങ്ങുക. അപ്പോൾ ഈ പ്രോസസ്സിൽ ഇതെന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? പ്രോട്ടോണിനെ കൊടുക്കുന്നത് കൊണ്ട് ഇത് ആസിഡും ഇത് ബേസും ആയിട്ടാണ്. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. H3O പ്ലസും Cl മൈനസും ആകുമ്പോൾ H3Oൻ്റെ കയ്യിൽ ഒരു H3O പ്ലസ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഡൊണേറ്റ്സ് ഇറ്റ് H പ്ലസ് ടു Cl മൈനസ്. So it acts as an acid and it has a base. Okay. Now we can call this as conjugated acid, and this we can call it as a conjugated base. So these two are known as ഈ HCl നെയും Cl മൈനസ് നെയും നമ്മൾ പറയുന്ന പേരാണ് conjugated acid base pair. Conjugated acid ബേസ് പെയർ. ഇതിനെയും നമ്മൾ എന്ത് പറയും? ഈ H3Oനെയും H2Oനെയും നമ്മൾ പറയും കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയർ. എന്തുകൊണ്ടാണ് ദീസ് ഇങ്ങനെ ഒരു പെയർ പറയുന്നത്? ബിക്കോസ് ഈ HClഉം Cl മൈനസിനെയും നോക്ക്, one is an acid and one is a base. Okay, and these two differs by a hydrogen ion. ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ത് മാത്രമേ ഉള്ളൂ? ഒരു ഹൈഡ്രജൻ അയോണിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ആൻഡ് വൺ ഇസ് ആക്ടിങ് ആസ് എ ആസിഡ് ആൻഡ് അനദർ വൺ ഇസ് ആക്ടിങ് ആസ് എ ബേസ്. സോ ദിസ് ഇസ് ദി കോൺജുഗേറ്റ് ബേസ് ഓഫ് ദിസ് ആസിഡ്. ഈ ആസിഡിൻ്റെ കോൺജുഗേറ്റഡ് ആയിട്ടുള്ളൊരു ബേസ് ആണ്. കാരണം അവർ തമ്മിൽ ഒരു H പ്ലസ് അയണിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഇനി വാട്ടറും H3O പ്ലസ് ഒന്ന് എടുത്തേക്ക്. H2O എന്ന് പറയുന്ന ആൾ ഇവിടെ ബേസ് ആണ്, പക്ഷേ H3O പ്ലസ് ഇസ് ആക്ടിങ് ആസ് എൻ ആസിഡ്. അപ്പോൾ ഇവർ രണ്ടാളും എന്താ? ഈ ബേസിൻ്റെ കോൺജുഗേറ്റഡ് ആസിഡ് ആണിത്. ബിക്കോസ് ഇറ്റ് ഡിഫേഴ്സ് ഓൺലി വിത്ത് എൻ ഹൈഡ്രജൻ ആറ്റം. ഒരു ഹൈഡ്രജൻ അല്ല, ഹൈഡ്രജൻ അയോൺ. ഒരു H പ്ലസ് ആണ് ഇവിടെ കൂടുതലുള്ളൂ. അല്ലെങ്കിൽ എന്താ? ഇവർ രണ്ടാളും H2O ആണ്. ഇങ്ങനെയുള്ള പെയേഴ്സിനെയാണ് നമ്മൾ കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയേഴ്സ് എന്ന് പറയുന്നത്. കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയേഴ്സ് ആർ ദോസ് വിച്ച് ഡിഫേഴ്സ് ഓൺലി ബൈ എ ഹൈഡ്രജൻ അയോൺ. ഇവർ തമ്മിൽ എന്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ? ഒരു ഹൈഡ്രജൻ അയോണിൻ്റെ പെയറിലും ഒരു ഹൈഡ്രജൻ അയോണിൻ്റെ ഇതിൽ മാത്രമേ അവർ വ്യത്യാസമുള്ളൂ. ഇനി ഇതേ കേസിൽ തന്നെ ഒന്നുകൂടെ നീറ്റാക്കി എഴുതിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം ഞാൻ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. റൈറ്റ് ദ കോൺജുഗേറ്റഡ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റഡ് ബേസ് ഓഫ് ദീസ് ഫോളോയിങ് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാം. അപ്പം ഞാൻ പറഞ്ഞു NH3 plus H2O gives NH4 plus OH മൈനസ് അല്ലേ? ഇതിൻ്റെ H പ്ലസ് ഇങ്ങടേക്ക് കൊടുത്തു. അപ്പം ഇതെന്ത് ചെയ്തു? ഇതിനൊരു NH4 പ്ലസ് വന്നു. ഇനി ഇത് നോക്കണ്ട.
ഇനി ഈ ഒരു റിയാക്ഷൻ നോക്കി, ഈ NH4+ എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവും? വീണ്ടും OH- അല്ല, ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഡൊണേറ്റ് ഇറ്റ്സ് H+ അയോൺ. അപ്പോൾ ഇതെന്താ ഇവിടെ? സോ ഇറ്റ് ആസ് എൻ ആസിഡ് ഹിയർ ആൻഡ് ഇറ്റ് ആക്ട് ആസ് എ ബേസ് ഹിയർ ആണല്ലോ. ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻഡ് ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഡൊണേറ്റ്. ഇനി ഇത് നോക്കുക, ഈ NH3ഉം NH4ഉം ഇതിൻ്റെ ഇത് ഇവിടെ എന്താണ്? ഇത് ബേസ് ആണ് ഇവിടെ, ഇത് ആസിഡാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ദീസ് ടു ബേസ് ആൻഡ് ആസിഡ് ഡിഫേഴ്സ് ഓൺലി ബൈ എ H+ ion and they are called as the conjugated acid of the base NH3, and this is acid and this is a base. So this acid and this base differs only by a H+ ion and this is known as the conjugated base of H2O. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഒരു ബേസ് കോൺജുഗേറ്റഡ് ആസിഡ് ആവാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? വി ഹാവ് ടു ആഡ് H+, അല്ലേ? ഒരു ബേസ് അതിൻ്റെ കോൺജുഗേറ്റഡ് ആസിഡ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? വി ഹാവ് ടു ആഡ് H+. ഒരു ആസിഡ് കോൺജുഗേറ്റഡ് ആസിഡിന് എപ്പോഴും എന്താ? കോൺജുഗേറ്റഡ് ബേസ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? മൈനസ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ എവിടെയാണോ ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് നിങ്ങൾ നോക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സിൻ്റെ കൂടെ ഇത് ഉണ്ടായിരിക്കണം. എ ബേസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു എൻ കോൺജുഗേറ്റഡ് ആസിഡ് by adding H+ ion. ഒരു ബേസിനെ കോൺജുഗേറ്റഡ് ആസിഡ് ആക്കാൻ നമ്മൾ H+ ആഡ് ചെയ്താൽ മതി. ഒരു ആസിഡിനെ കോൺജുഗേറ്റ് ബേസ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബൈ സബ്ട്രാക്റ്റിംഗ് ആൻ H+ അയൺ. ആസിഡിൽ നിന്ന് ഒരു H+ അയൺ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കോൺജുഗേറ്റഡ് ബേസ് കിട്ടും. ക്ലിയർ ആവുന്നുണ്ട്? ഞാൻ ഇപ്പം തന്നെ ഒരു ക്വസ്റ്റ്യൻസ് തരും. സോ ഒരു ബേസിൽ നമ്മൾ അത് ചിന്തിക്കാവുന്ന കാര്യം, ഒരു ബേസിലേക്ക് H+ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായി? കോൺജുഗേറ്റഡ് ആസിഡായി. ഒരു ആസിഡിൽ നിന്ന് എന്താ ചെയ്യേണ്ടത്? അതായത് ആസിഡ് തന്നെ ഇതിൽ നിന്ന് ഒരു H-, അതായത് ഒരു H+നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോൺജുഗേറ്റഡ് ബേസ്. ഇനി ഇതന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം, കൺവേർട്ട് NH3 ഓർ റൈറ്റ് ദി ഇതിപ്പോൾ നമുക്കറിയാം ബേസ്, റൈറ്റ് ദി കോൺജുഗേറ്റഡ് ആസിഡ് ഓഫ് NH3. അപ്പോൾ ചിന്തിക്കരുത് അയ്യോ ഇതിപ്പോൾ എങ്ങനെ ചെയ്യും? ഒന്നുമില്ല, ഇതിൻ്റെ കൂടെ ഒരു H+ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് NH4+ ഇസ് ദി, ഇപ്പം തന്നെ തരാം, ഇത് ബേസ് ആണ്, ദിസ് ഇസ് ദി കോൺജുഗേറ്റഡ് ആസിഡ്. ഒറ്റ ഒന്ന് പഠിച്ചാൽ മതി. എന്തറിയോ? ആസിഡ് ആക്കാൻ H+ ആഡ് ചെയ്യണം, ബേസ് ആക്കാൻ പിന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ്, അതിനങ്ങ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, how you can convert H2O into a H2Oന് രണ്ട് കേസും ഉണ്ട്, നമുക്ക് ആസിഡും ആക്കാം ബേസും ആക്കാം. H2Oനെ നമ്മൾ എങ്ങനെ കോൺജുഗേറ്റഡ് ബേസ് ആക്കാം? അപ്പം തന്നെ അല്ലേക്ക് ബേസ് ആക്കണമെങ്കിൽ കുറയ്ക്കുക H+നെ കുറച്ചാൽ എന്ത് വരും? ഒരു H പോയിട്ട് അവിടെ OH-. ക്ലിയർ ആവുന്നുണ്ടോ? മനസ്സിലായോ? ഈ ഒരു കാര്യം എഴുതി വെക്കണം. ബേസിൻ്റെ കൂടെ, അതായത് ബേസിൻ്റെ കൂടെ അഡീഷൻ ഓഫ് H+ കൊടുത്താൽ കോൺജുഗേറ്റഡ് ആസിഡ്. വാട്ട് ഈസ് മെൻ ബൈ എ കോൺജുഗേറ്റഡ് ആസിഡ് ആൻഡ് എ ബേസ് പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, conjugated acid and base pairs are those which differs only by a hydrogen ion. അപ്പം NH3ഉം NH4+ ആണ് കോൺജുഗേറ്റഡ്, ഇത് ബേസ് ആണ്, ഇത് ആസിഡ് ആണ്. ഇനി H2O H3O+, ഇതെന്താണ്? ഇത് നമുക്കറിയാം H2Oയിലേക്ക് ഒരു H+ ആഡ് ചെയ്ത, സോ ഇറ്റ് ഈസ് എ ബേസ്, ഇറ്റ് ഈസ് ആൻ ആസിഡ് ആണല്ലോ. ദീസ് ടൂസ് ആർ കോൺജുഗേറ്റഡ് ബൈ. അപ്പോൾ ഈ കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരികയാണ്. ദാറ്റ് ഈസ് ബേസ് ഫോംഡ് ഫ്രം ആൻ ആസിഡ്. ആസിഡിൽ നിന്ന് ഫോം ചെയ്യുന്ന ബേസിനെയാണ് നമ്മൾ കോൺജുഗേറ്റഡ് ബേസ് എന്നും, ആസിഡ് ഫോംഡ് ഫ്രം എ ബേസ് ഇസ് കോൾഡ് ആസ് കോൺജുഗേറ്റഡ് ആസിഡ്. ബേസ് ആസിഡ് നിന്ന് ഫോം ചെയ്യുമ്പോൾ അതിനെ കോൺജുഗേറ്റഡ് ബേസ് എന്നും, ആസിഡ് ഫ്രം എ ബേസ് ഇസ് കോൾഡ് ആസ് ദി കോൺജുഗേറ്റഡ് ആസിഡ് എന്നും പറയുന്നു. ബേസ് ഫോം ഫ്രം ആൻ ആസിഡ് ഇസ് കോൾഡ് ആസ്. ഓക്കെ, അപ്പം ആസിഡിൽ നിന്നൊരു ഹൈഡ്രജൻ, നമുക്കറിയാം ആസിഡ് ഇസ് സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് ഡൊണേറ്റ് എൻ H+. അപ്പോൾ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ കൊടുക്കുക, മൈനസ് ചെയ്യുക അല്ലേ. ആസിഡ് മൈനസ് H+ എന്തായിരിക്കും? കോൺജുഗേറ്റഡ് ബേസ്. ആസിഡ് കോൺജുഗേറ്റഡ് ബേസ് ആണ് ജനറേറ്റ് ചെയ്യുക, ബേസ്. അതുകൊണ്ടാണ് കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് എന്ന് പറയുന്നത്. ആസിഡ് കോൺജുഗേറ്റഡ് ബേസ് ഉണ്ടാക്കും, ബേസ് കോൺജുഗേറ്റഡ് ആസിഡ് ഉണ്ടാക്കും. അപ്പോൾ ബേസിൻ്റെ മുകളിൽ ഒരു H+ വന്നാൽ കോൺജുഗേറ്റഡ് ആസിഡ്. അപ്പോൾ നമുക്കൊരു റിയാക്ഷൻ നോക്കാം. HCl + NH3. നമുക്കറിയാം ഒരാൾ ആസിഡാണ്, ഒരാൾ ബേസ്. അപ്പോൾ എന്തായിരിക്കും? ഒരു H+നെ NH3ക്ക് കൊടുത്തിട്ട് NH4+ഉമാകും,
ഇത് Cl മൈനസും ആവും. H പ്ലസ് ആണ് ഇവിടെ കൊടുത്തതിൽ HCl. സോ ഹൈഡ്രോക്ലോറിക് ആസിഡ് ദിസ് ഇസ് നോൺ ആസ് എൻ ആസിഡ്. ഇത് H പ്ലസിന് പ്രോട്ടോണിനെ കൊടുത്തതുകൊണ്ട് ഇത് ആസിഡും ഇത് വാങ്ങിയത് കൊണ്ട് ഇത് ബേസുമാണ്. Now NH4 plus has a tendency, അതിൻ്റെ കയ്യിൽ NH4 plus ആണ്. So it has a tendency to donate H plus. അതുകൊണ്ട് it can act as an acid. അപ്പോൾ ഇതിന് എന്താ പറയുക? Conjugated acid. Cl minus have a tendency, മൈനസ് ആയതുകൊണ്ട് അതിനൊരു പ്ലസ് ഉള്ള H പ്ലസിനെ വാങ്ങാൻ ഇഷ്ടമാണ്. So it is known as a conjugated base. അപ്പം ദിസ് ഇസ് ആസിഡ്, ഇതിൻ്റെ കോൺജുഗേറ്റഡ് ബേസ് ആണ്, ആസിഡിൻ്റെ കോൺജുഗേറ്റഡ് ബേസ് ആണ്, ഈ ബേസിൻ്റെ കോൺജുഗേറ്റഡ് ആസിഡ് ആണ്. ദിസ് കോൺജുഗേറ്റഡ് ആസിഡ് ആൻഡ് ബേസ് ഡിഫേഴ്സ് ബൈ എ ഹൈഡ്രജൻ അയോൺ. കണ്ടോ, ഇവർ രണ്ടാളും ഒരു ഹൈഡ്രജൻ അയോൺ വെച്ചിട്ടാണ് ഡിഫർ ചെയ്യുന്നത്. ഇനി ഇവിടെ എന്താ പറയാനുള്ളത്? അതാണ് ഈ എച്ചിൽ നിന്ന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആസിഡിൽ നിന്ന് ഒരു മൈനസ് H പ്ലസ് പോയാൽ കോൺജുഗേറ്റ് വന്നു, ഒരു ബേസിൽ നിന്ന് ഒരു പ്ലസ് H പ്ലസ് വന്നാൽ അതിൻ്റെ കോൺജുഗേറ്റഡ് ആസിഡും വന്നു. ഇനി നേരത്തെ നമ്മൾ സ്ട്രോങ് ആസിഡ് വീക്ക് ആസിഡ് എന്നൊക്കെ പറഞ്ഞു. നേരത്തെ നമ്മൾ അരീനിയസ് കോൺസെപ്റ്റിൽ പറഞ്ഞു സ്ട്രോങ് ആസിഡ് എന്താ. ഇവിടെയും സ്ട്രോങ് ആസിഡ് വീക്ക് ആസിഡ് എന്നുള്ള കോൺസെപ്റ്റ് ഉണ്ട്. അക്കോർഡിംഗ് ടു ബ്രോൺസ്റ്റഡ്-ലോറി കോൺസെപ്റ്റ്, എ സ്ട്രോങ് ആസിഡ് ഇസ് ദ സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ് H പ്ലസ് അയോൺ. അവരെയാണ് നമ്മൾ സ്ട്രോങ് ആസിഡ് എന്നും ആൻഡ് സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് വിച്ച് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി, നല്ല ടെൻഡൻസി ഉണ്ടാവും, ആക്സെപ്റ്റ് എ പ്രോട്ടോൺ. അവരെ എന്താ പറയുക? സ്ട്രോങ് ബേസ് എന്നും. വിത്ത് സ്ട്രോങ് ആസിഡ്സ് ആർ ദോസ് സബ്സ്റ്റൻസസ് വിച്ച് ഹാവ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ഡൊണേറ്റ്. അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും H പ്ലസ് കൊടുക്കാൻ. ആൻഡ് എ സ്ട്രോങ് ബേസ് ഹാവ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു ആക്സെപ്റ്റ് ആൻ H പ്ലസ് അയോൺ. ഇനി ശ്രദ്ധിക്കേണ്ടത്, ഒരു ആസിഡിൻ്റെ സ്ട്രോങ് ആസിഡ് ആയിട്ടുള്ളതിൻ്റെ ബേസ്, കോൺജുഗേറ്റഡ് ബേസ് എപ്പോഴും വീക്ക് ആയിരിക്കും. സ്ട്രോങ് ആസിഡ് വിൽ ഹാവ് എ വീക്ക് കോൺജുഗേറ്റഡ് ബേസ് ആൻഡ് എ വീക്ക് ആസിഡ് വിൽ ഹാവ് എ സ്ട്രോങ് കോൺജുഗേറ്റഡ് ബേസ് ആയിരിക്കും. അത് അപ്പോൾ നേരത്തെ അതിൻ്റെ മറ്റേതും അങ്ങനെ തന്നെ. സ്ട്രോങ് ആസിഡ് ഹാവ് എ weak conjugated base and weak acid have a strong conjugated base. അതേപോലെ തന്നെ a strong base will be having a weak conjugated acid and a weak base will be having a strong conjugated base. Example ഞാൻ പറഞ്ഞു തരാം. HCl plus H2O gives H3O plus plus Cl minus. ഇവിടെ H കൊടുത്തു അല്ലേ? അപ്പോൾ ഇവിടെ HCl has a greater tendency to donate H plus. ഇത് സ്ട്രോങ് ആണ്. ഈ ഒരു കേസിൽ ഇതിപ്പം ആസിഡ്, ഇത് ബേസ്, ഇതിലാരാ ആസിഡ്, ഇതിലാരാ ബേസ്? ദിസ് H3O പ്ലസ്, ഇതുമാണ്. അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ ബേസ് അല്ലേ? അപ്പോൾ ഇത് കോൺജുഗേറ്റഡ് ബേസാണ്, ഇതിൻ്റെ കോൺജുഗേറ്റഡ് ആസിഡാണ്. ആരെ? ഇവരുടെ. അപ്പം ഇത് സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ട് Cl മൈനസ് വിൽ ആക്ട് ആസ് എ വീക്ക് ബേസ്. എന്താണ്? HCl ഇസ് എ സ്ട്രോങ് ആസിഡ്, സോ Cl മൈനസ് വിൽ ആക്ട് ആസ് എ വീക്ക് ബേസ് ആണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ പറയാൻ പറ്റും. CH3COOH. ഇതെന്താണ്? എസറ്റിക് ആസിഡ്. നമുക്ക് തന്നെ അറിയാം അത് വീക്ക് ആസിഡാണ്. വിച്ച് വൺ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് CH3COO മൈനസ് ആൻഡ് H3O പ്ലസ്. ഇവിടെ ഇതാണ് ആസിഡ്, ഇത് ബേസാണ്. ഇത് ആസിഡ് ആയാൽ ഇതിൻ്റെ H പ്ലസ് ആയിട്ട് ഡിഫറൻസ് ഉള്ള ഒരാൾ ഇയാളാണ്. ആൻഡ് ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് ദി കോൺജുഗേറ്റഡ് ബേസ്. അപ്പം ഇത് സ്ട്രോങ് ആസിഡ്, ഇറ്റ്സ് എ വീക്ക് ആസിഡ്, ഇറ്റ് ഹസ് എ ലെസ് ടെൻഡൻസി ടു ഡൊണേറ്റ്സ് ഇറ്റ്സ് H പ്ലസ് അയോൺ. അപ്പോൾ ഇത് എന്തായിരിക്കും? CH3COO മൈനസ് ഇസ് എ സ്ട്രോങ് ബേസ് ആയിരിക്കും. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. സ്ട്രോങ് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് വീക്ക് ആയിരിക്കും, വീക്ക് ആസിഡിൻ്റെ ഇത് സ്ട്രോങ് കോൺജുഗേറ്റഡ് ബേസ് ആയിരിക്കും. അപ്പോൾ വീക്ക് ആസിഡായ എസറ്റിക് ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. കൂടുതൽ പറഞ്ഞ് കൺഫ്യൂഷൻ ആവുന്നില്ല. അപ്പോൾ ഇനി എന്താണ് ബ്രോൺസ്റ്റഡ്-ലോറിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്? നമുക്കിതന്നെ, അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാൽഷ്യം ഓക്സൈഡ്, സിലിക്കൺ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, ഇവരുടെയൊന്നും എസിഡിക് ആൻഡ് ബേസിക് ക്യാരക്ടർ ഇവർക്ക് പറയാൻ കഴിയില്ല. ഇവരിൽ പ്രോട്ടോൺ ആക്സെപ്റ്റിങ്ങും ഇല്ല, കൊടുക്കലും ഇല്ല, വാങ്ങലും ഇല്ല. സോ ഹി കനോട്ട് എക്സ്പ്ലെയിൻ, ഓർ ദിസ് കോൺസെപ്റ്റ് വാസ് നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദി നേച്ചർ ഓഫ് ദീസ് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസസ്. പിന്നെ ഇതുതന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്.
അപ്പം ഇതിൽ ഒരു കുഞ്ഞ് 1-2 പ്രോബ്ലംസ് ഞാൻ ചെയ്ത് തരാം, കാരണം വീഡിയോ ഓൾറെഡി ലെങ്തി ആയിട്ടുണ്ട്. എന്നിട്ട് അരീനിയസ് ഞാൻ അടുത്ത് ഇതിൽ തന്നെ എടുക്കണം എന്ന് വിചാരിച്ചു. ഇനി ഞാൻ അതും കൂടെ പറഞ്ഞു, അരീനിയസ് അല്ല ലെവിസ് കോൺസെപ്റ്റ്, പക്ഷെ അതും കൂടെ പറയുമ്പോഴത്തേക്ക് വലുതാവും. അപ്പം ഞാനൊരു പ്രോബ്ലം തരാം കേട്ടോ. ഇതൊക്കെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിൻ്റെ ഒന്ന് ഓപ്പോസിറ്റ് സൈഡും കൂടെ ചിന്തിക്കണം കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. വിച്ച് ആർ ദി കോൺജുഗേറ്റ് ബേസിസ് ഓഫ് ദ ഫോളോയിങ്. ഇവരുടെയൊക്കെ കോൺജുഗേറ്റ് ബേസസ് ആണ് വേണ്ടത്. അപ്പം തന്നെ എനിക്കറിയാലോ എന്ന് പറഞ്ഞാൽ എഴുതരുത്, അത് ഞാൻ പറഞ്ഞുതരാം. വിച്ച് ആർ ദ കോൺജുഗേറ്റ് ബേസസ് ഓഫ് ദ ഫോളോയിങ്. അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിൽ വരണം ദീസ് ആർ എന്താണ്, ഇവരുടെ കോൺജുഗേറ്റഡ് ബേസസ് ആണ് വേണ്ടത്. അപ്പം ഇവരൊക്കെ എന്താണ്, ആസിഡ്സ് ആണെന്നുള്ള കോൺസെപ്റ്റ് നിങ്ങളെ മനസ്സിൽ വേണം. എന്താണ്, വിച്ച് ആർ ദ കോൺജുഗേറ്റ് ബേസസ് ഓഫ് ദ ഫോളോയിങ്. ഇവരുടെ കോൺജുഗേറ്റ് ബേസസ് ആണ് നമുക്ക് വേണ്ടത് അല്ലേ. ഇവരുടെ കോൺജുഗേറ്റ് ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തായിരിക്കും, ഇവർ ആസിഡ്സ് ആയിരിക്കും. അപ്പം ആസിഡ് കോൺജുഗേറ്റ് ബേസ് എപ്പോഴാവുക, ആസിഡ് കോൺജുഗേറ്റ് ബേസ് ആവുക എന്ന് പറഞ്ഞാൽ ഒരു H+ പോകണം. ഇവിടുന്ന് H+ പോയ എന്തായി, ഇവിടെ S- ഓൾറെഡി ഉണ്ട്, HS- ഉണ്ട്. ഒരു പ്ലസ് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഇപ്പം H2O. ഒരു പ്ലസ് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ ഉണ്ടാവുന്നത്, OH-. അപ്പോൾ ഒരു നെഗറ്റീവ് ചാർജ് വരുന്നുണ്ട്. ഒരു പ്ലസ് പോയാൽ അവിടെ ഒരു മൈനസ് വരണം. അപ്പോൾ ഇവിടെ HS- ആണ്, ഓൾറെഡി നെഗറ്റീവ് ഉണ്ട്. അവിടുന്ന് ഒരു H+ പോയാൽ അവിടെ എന്ത് വരണം, ഒരു മൈനസും കൂടെ വരണം. അപ്പോൾ എന്തായി, S2-. മനസ്സിലാവുന്നുണ്ടല്ലോ. വിച്ച് ആർ ദ കോൺജുഗേറ്റ് ബേസസ് ഓഫ് ദ ഫോളോയിങ്. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ വേണം കോൺജുഗേറ്റ് ബേസസ് ആണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഇത് ആസിഡ്സ് ആണ്. ആസിഡ്സ് എപ്പോഴാണ് ബേസസ് ആവുന്നത്, വെൻ ഇറ്റ് ഡൊണേറ്റ്സ് എ പ്രോട്ടോൺ, അതായത് ഒരു പ്രോട്ടോൺ ഒഴിവാക്കണം. ഇവിടെ ഒരു പ്രോട്ടോൺ ഒഴിവാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് വേണം. അപ്പോൾ ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഇനി H3O+ എന്ന് ഒരു H+ പോയി കഴിഞ്ഞു, ഒരു H ഓടിക്കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഒരു പ്ലസ് ഉള്ളതാണ്. ആ പ്ലസ് അങ്ങ് പോയി, ഒരു H പോയപ്പോൾ അവിടെ എന്ത്, H2O. ഇനി H2PO4-, ഇവിടുന്ന് ഒരു H+ പോകണം. അപ്പം എന്താവും, HPO4(2-). ഇവിടെ HF, ഇവിടെ നിന്ന് ഒരു H+ പോകണം. അപ്പം F-. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇതാ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുള്ളത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ അധികം ദിവസം ഹോംവർക്ക് തന്നിട്ട് പിറ്റേ ദിവസം ആൻസർ പറയാൻ മറന്നു പോകുന്നുണ്ട്. അത് ഈ ക്ലാസ്സിൻ്റെ ആ ഫ്ലോയിൽ അങ്ങ് വിട്ടു പോകുന്നു. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് എന്തായാലും പറയും കേട്ടോ. ഇതാ ക്വസ്റ്റ്യൻ, ഗീവ് ദ കോൺജുഗേറ്റഡ് ആസിഡ്സ് ഓഫ് ദ ഫോളോയിങ്. OH- HCO3- HPO4- NH3 and CH3COOH. ഇവരുടെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഗീവ് ദി കോൺജുഗേറ്റഡ് ആസിഡ്സ്. ഇവരൊക്കെ കോൺജുഗേറ്റഡ് ആസിഡ്സ് കണ്ടുപിടിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ ടെക്നിക്ക് നോക്കിയിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക. എന്നിട്ട് കിട്ടിയെങ്കിൽ ആൻസർ ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയൂ കിട്ടിയെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻസിൽ എഴുതാം. കമൻസിൽ എഴുതാൻ ഭയങ്കര പാടാണ്, ഈ ടൈപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് നോക്കൂ. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ കറക്റ്റാണോ നോക്കുക. നന്നായി പഠിക്കുക. ടൈമില്ലാന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിലാക്സ്ഡ് ആയിട്ട് ഇന്നത്തെ ടോപ്പിക് ഇതോടെ നിർത്തണം. കഴിഞ്ഞു. ഇന്ന് ഞാൻ ഇത്രയും പഠിച്ചു തീർത്തു തന്നെ ടിക്ക് ഇട്ടുള്ളൂ ടെക്സ്റ്റിൽ. പിന്നെ റിവിഷൻ ടൈമിൽ ജസ്റ്റ് റിവൈസ് ചെയ്യാനേ പാടത്തുള്ളൂ. ഇനി അത് വെച്ചിരിക്കരുത്. ഇന്ന് ഈ ക്ലാസ് കഴിയുക, ഇത് തറുവാക്കി പഠിക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് വേഗം എടുക്കാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാത്ത കമൻസിലിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു.